ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്സുകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒരു മുന്തിരിത്തോട്ടം വളരെ ശ്രദ്ധാപൂർവം ക്രമീകരിച്ചെടുത്തതിന് ശേഷം അത് കൃഷിക്കാരെ ഏൽപ്പിക്കുന്ന യജമാനൻ കാലാകാലങ്ങൾ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ഫലം ലഭിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ കൃഷിക്കാരുടെ അടുത്തേക്ക് യജമാനൻ ഒരു ജോലിക്കാരെ വിടുന്നുണ്ട്, ഒരു കാര്യസ്ഥലേക്ക് വിടുന്നുണ്ട്. അവരൊക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട് കൃഷിക്കാരാല്. ഒടുവിലായിട്ട് തന്റെ മകനെ തന്നെ വിടുന്നു. ആ മകൻ ആണ് യഥാർത്ഥ അവകാശി എന്ന് മനസ്സിലാക്കി അവനെ കൊന്നുകളയുന്നു. സത്യത്തിൽ ഈ ഒരു സംഭവം ഇസ്രായേൽ ചരിത്രമാണ്. നമ്മൾ വായിക്കുന്നതനുസരിച്ച് ഇസ്രായേലില് ഇസ്രായേൽ ജനതയെ ദൈവം വലിയ സ്നേഹത്തോടുകൂടി പരിഗണിച്ചു. എന്നിട്ട് അതിന് ചില ക്രമീകരണങ്ങൾ നൽകിയിട്ട് നോക്കാനായിട്ട് ചില ആളുകളെ ഏൽപ്പിച്ചു. പക്ഷെ അവർ കൃത്യമായിട്ട് അത് നോക്കിയില്ല. അതിനെ തിരുത്തുവാനും ഫലമുണ്ടോ എന്ന് അന്വേഷിക്കുവാനും പ്രവാചകന്മാരെ കാലാകാലങ്ങൾ ദൈവം അയച്ചു. പ്രവാചകന്മാരെ അവർ ഉപദ്രവിച്ച് തിരിച്ചു പറഞ്ഞു വെച്ച് അല്ലെങ്കിൽ കൊന്നുകളയുന്നു. ഒടുവിലായി തന്റെ മകനെ തന്നെ യജമാനൻ അയക്കുന്നു. ഈശോനാഥൻ മകൻ ചെല്ലുമ്പോഴത്തേക്ക് അവനെയും കൊന്നുകളയുന്നു. അപ്പോൾ ഈ യജമാനൻ ഇവർക്കെതിരെ തിരിയുന്നു. ഈ മുന്തിരിത്തോട്ടം അവരിൽ നിന്നും എടുത്ത് ഫലം നൽകാൻ സാധിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഇപ്പൊ ഇസ്രായേൽ ചരിത്രമായത്. ഇസ്രായേലിന്റെ ഒരു കാലഘട്ടവും അതിന്റെ കാലഘട്ടത്തിന്റെ പൂർത്തീകരണത്തിൽ ഈശോ വന്നു എന്ന് പറയുന്ന സംഭവമാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടും കത്തോലിക്ക സഭയുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ സാധിക്കും. കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കുമ്പോൾ അത് ഈ ഈശോ പറഞ്ഞ എല്ലാ കഥകളും ചരിത്രത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ കഥയും ഇസ്രായേൽ ജനതയെ കുറിച്ച് പറഞ്ഞ കഥകൾ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ ഈശോ പറഞ്ഞിരിക്കുന്ന കഥയാണിത്. അപ്പൊ ഇവിടെ ഈ മുന്തിരിത്തോട്ടം ക്രമീകരിച്ചെടുക്കുന്ന കാര്യത്തെ നമുക്ക് വളരെ മനോഹരമായിട്ട് കുദാശകളെ കുറിച്ച് ഈശോ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ഈ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് സഭയാകുന്ന മുന്തിരിത്തോട്ടമാണ്, നമ്മളാകുന്ന മുന്തിരിത്തോട്ടമാണ്, നമ്മളുടെ ജ്ഞാനസ്നാനമാണ്. നമ്മളാകുന്ന ആത്മാവിനെ ദൈവത്തിന് വേണ്ടി നട്ടുപിടിപ്പിച്ചു. അതാണ് ജ്ഞാനസ്നാനം. അതിന് ചുറ്റും ഒരു വേലി കെട്ടി. അത് കുമ്പസാരമാണ്. കുമ്പസാരം എന്ന ഉദാശയെ കുറിച്ച് പറയണം. നമ്മളുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വേലി കെട്ടി. അത് കുമ്പസാരം എന്ന ഉദാശയാണ്. ആ മുന്തിരിത്തോട്ടത്തിൽ ഒരു ചക്ക് സ്ഥാപിച്ചു. അത് ദിവ്യകാരുണ്യമാണ്. ആ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ആ മുന്തിരിയുടെ ചാറെടുക്കുന്ന ചക്ക് സ്ഥാപിച്ചു എന്ന് പറയുന്നത് ആ ദൈവിക കൃപകള് ഊർന്നിറങ്ങുന്ന ദിവ്യകാരുണ്യം നമുക്ക് നൽകി. ദിവ്യകാരുണ്യം സ്ഥാപിച്ചു. അവിടെ ഒരു ഗോപുരം നിർമ്മിച്ചു. ഗോപുരം എപ്പോഴും അതിന്റെ ആ തോട്ടം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളത്. ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരം. ഈ ഗോപുരത്തിൽ ഇരുന്നുകൊണ്ട് ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ അതിന് ചെറുത്തുനിൽപ്പും ധൈര്യസമേതം അതിനെ നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഗോപുരം. അത് സ്ഥൈര്യലേപനമാണ്. നമ്മൾ മുന്തിരിത്തോട്ടം ജ്ഞാനസ്നാനം, മുന്തിരിത്തോട്ടത്തിൽ വേലി കെട്ടി കുമ്പസാരം, ഒരു ചക്ക് സ്ഥാപിച്ചു ദിവ്യകാരുണ്യം, അതില് ഒരു ഗോപുരം പണിഞ്ഞു സ്ഥൈര്യലേപനം. നമ്മൾ ഓർക്കേണ്ടത് ഈ കുദാശകളിലൂടെ നമ്മളുടെ പ്രാരംഭ കുദാശകൾ പ്ലസ് സൗഖ്യത്തിന്റെ കുദാശയായ ഒരു കുദാശയായ കുമ്പസാരം. അതായത് നമുക്ക് ആ കുമ്പസാരത്തിനൊപ്പം രോഗിലേപനം ചിന്തിക്കാം. ഇത്രയും കുദാശകൾ നൽകി കഴിഞ്ഞു. ഇനിയുള്ള 2 കുദാശകളാണ് സാമൂഹിക കുദാശകൾ. ഇതാണ് ഫലം നൽകേണ്ട കുദാശകൾ. നമ്മൾ എല്ലാ കുദാശകളും സ്വീകരിച്ചിട്ട് സാമൂഹിക ബന്ധത്തിന്റെ കുദാശകളായ വിവാഹം, തിരുപ്പട്ടം, ഈ 2 കുദാശകൾ ഫലം നൽകാനുള്ളതാണ്. ഒരു യഥാർത്ഥ കത്തോലിക്ക വിശ്വാസിയിൽ നിന്നും അവന്റെ ഫലം പുറപ്പെടുവിക്കപ്പെടുന്നത് അവന്റെ സമർപ്പിത ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം, ഏകജീവിതം എന്നുള്ളതിനകത്ത് ചേർത്ത് പറയാവുന്ന കാര്യം തന്നെയാണ്. അതിലൂടെയാണ്. അപ്പോൾ ഫലം നൽകുന്നുണ്ടോ എന്നറിയാനായിട്ട് കാലാകാലങ്ങളായി ദൈവം നമ്മളുടെ അരിയിലേക്ക് വരുന്നുണ്ട്. നമ്മളിൽ നിന്നും എന്ത് ഫലം ഉണ്ടായി? നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. നമ്മൾ കാലാകാലങ്ങളിൽ വേലി കെട്ടി സൂക്ഷിക്കുന്ന രീതിയിൽ കുമ്പസാരം സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ പരിശുദ്ധാത്മാവിന്റെ പോരാളിയായി, ദൈവത്തിന്റെ പോരാളിയായി നമ്മൾ മാറ്റുന്ന ഗോപുരം നമ്മളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിൽ നിന്നും കൃപകൾ ഊർന്നെടുക്കത്തക്ക രീതിയിലുള്ള ദിവ്യകാരുണ്യം എന്ന ചക്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ സാമൂഹ്യ ഇടപെടൽ നീ നടത്തുമ്പോൾ, നീ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ, നീ ഒരു സമർപ്പിത ജീവിതത്തിനായിരിക്കുമ്പോൾ നിന്നിൽ നിന്നും എന്ത് ഫലം ഈ
സമൂഹത്തിന് കിട്ടി, എന്ത് ഫലം ഈ ലോകത്തിന് കിട്ടി. ഇതാണ് കണക്കെടുപ്പ്. ഈ കണക്കെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് നമ്മളുടെ അടുത്ത് കണക്കെടുക്കാൻ വരുന്നവരെയൊക്കെ നമ്മൾ തിരിച്ചു പറഞ്ഞു വിടുകയാണ്, ഉപദ്രവിച്ച് പറഞ്ഞു വിടുകയാണ്, ഈശോയെ ഉൾപ്പെടെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നന്മയ്ക്കെതിരെയുള്ള ദുഷ്ടത നിറഞ്ഞ നീക്കങ്ങളെയൊക്കെയാണ് നമ്മൾ ഈ ബാക്കി ഭാഗത്തു നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഈശോയോട് തന്നെ നമ്മൾ ദുഷ്ടത കാണിക്കും. നീ എന്തിനാണ് ഞങ്ങളുടെ കണക്കെടുക്കുന്നത്, അല്ലെങ്കിൽ നീയാണോ അപ്പൊ നീ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. സത്യത്തിൽ ഇതൊരു വ്യക്തിപരമായൊരു വായനയായിരുന്നു, ഒരു വ്യക്തിക്കുള്ളിൽ നടക്കുന്ന സംഭവം എന്ന രീതിയിലുള്ള വായനയാണ്. സഭ എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും. സഭ ഒരു സന്യാസ സഭയാണെങ്കിൽ ആ സന്യാസ സഭയുടെ വളർച്ചയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കണക്ക് ചോദിക്കുമ്പോൾ ഇല്ല. ഒരു രൂപതയിൽ നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും, ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച പോലെ ഒരു രൂപത ഉണ്ടായി, ആ രൂപതയ്ക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടായി, ആത്മീയ നന്മകൾ ഉണ്ടാകുന്നു, അനേകം വൈദികരുണ്ടാകുന്നു, ആത്മാർത്ഥതയുള്ള അനേകം അൽമായരുണ്ടാകുന്നു. ഇതെല്ലാം ദൈവം നൽകി. എന്നിട്ട് ഫലം എന്തുവാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രൂപത നമ്മൾ ഒന്നുമില്ല, ഫലമൊന്നുമില്ല, അല്ലെങ്കിൽ ഫലം തിന്മയാണ് എന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ദൈവം തിരിയുന്നു. അപ്പൊ ഇത് ഒരു കുടുംബത്തിന് ആപ്ലിക്കബിൾ ആണ്, ഒരു രൂപതയ്ക്ക് ആപ്ലിക്കബിൾ ആണ്, ഒരു ഇടവകയ്ക്ക് ആപ്ലിക്കബിൾ ആണ്, ഒരു സമർപ്പിത സന്യാസ സഭയ്ക്ക് ആപ്ലിക്കബിൾ ആണ്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എടുക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഫലം അന്വേഷിക്കുന്ന ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നത് നമുക്ക് ചിന്തിക്കാം. ആ ദൈവത്തെ നമ്മൾ ഈ ഇന്നത്തെ ഇന്നത്തെ ഒന്നാം വായനയിൽ പഴയ നിയമ ഉൽപ്പത്തി പുസ്തകത്തില് 37-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗം വായിക്കുന്നത്. അവിടെ ജോസഫിനെ കുറിച്ചാണ് പറയുന്നത്. സത്യത്തില് ഈശോയുടെ ജീവിതത്തിൽ ഷെയ്ഡ്സ് ഉണ്ട്. പഴയ നിയമത്തിൽ ഒരു ഷെയ്ഡ് ഉണ്ട്, പുതിയ നിയമത്തിൽ ഒരുപാട് ഷെയ്ഡുകളുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ പറയുന്ന പല നമ്മൾ യോന പ്രവാചകനായിട്ട് യോന പ്രവാചകനിൽ നമ്മൾ ഈശോയെ കാണുന്നുണ്ട്, മോശയിൽ നമ്മൾ ഈശോയെ കാണുന്നുണ്ട്, അബ്രഹാത്തിൽ ഈശോയെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ പഴയ നിയമ വ്യക്തികളിൽ ഒക്കെ നമ്മൾ ഈശോയുടെ ഷെയ്ഡ്സ് നമ്മൾ പലരിലും കാണുന്നുണ്ട്. നമ്മൾ സാംസൺ, ഒരുപാട് വ്യക്തികളിൽ, ഓരോ ആളുകളിലും ചില എലമെന്റുകളിലായിട്ട് നമ്മൾ ഈശോയുടെ ഷെയ്ഡുകൾ കാണുന്നുണ്ട്, ഈശോയുടെ പ്രതിഫലനം കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ജോസഫ് എന്ന പൂർവ്വപിതാവിലും ഈശോയുടെ ഒരു പ്രതിഫലനം നമ്മൾ കാണുന്നുണ്ട്. പിതാവിന് പ്രിയപ്പെട്ട പുത്രൻ, അനേകം അനുഗ്രഹങ്ങൾ നൽകി, അല്ലെങ്കിൽ എല്ലാ അധികാരവും നൽകി എന്ന് ഓർപ്പിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ജോസഫിന് നൽകുന്ന പലവർണ്ണ കുപ്പായം, നമ്മൾ ഇനി പറയുമ്പോൾ കൈ നീളമുള്ള നീണ്ട കുപ്പായം എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോഴാണെങ്കിൽ മൾട്ടി കളേർഡ്, അല്ലെങ്കിൽ ഒരുപാട് കളറുകൾ കൊണ്ടുള്ള ഒരു റോബ് എന്ന രീതിയിലാണ്, കുപ്പായം എന്ന രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. സഹോദരന്മാർക്കെല്ലാം അവനോട് ദേഷ്യം തോന്നുന്നു. സ്വപ്നക്കാരനാണ്, പരിശുദ്ധാത്മാവ് കൂടുണ്ട്, പരിശുദ്ധാത്മാവും കൂടെ ചേർന്നാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർപ്പിക്കുന്ന രീതിയിൽ സ്വപ്നക്കാരനാണ്. എന്നിട്ട് ഇവരെല്ലാം ഇവനെതിരെ തിരിയുന്നു, ഇവനെ കൊന്നുകളയാനായിട്ട് ആലോചിക്കുന്നു. ബാക്കിയുള്ള ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെയും ക്രിസ്തുവിനെതിരെ തിരിയുകയാണ്, ക്രിസ്തുവിനെ കൊന്നുകളയാനായിട്ട് ആലോചിക്കുന്നു. എന്നിട്ട് 20 വെള്ളിക്കാശിന് വിൽക്കപ്പെടുന്ന ജോസഫ്, ഇവിടെ 30 വെള്ളിക്കാശിന് വിൽക്കപ്പെടുന്ന ഈശോ. അങ്ങനെ ഈ ജോസഫ് എന്ന വ്യക്തിയിൽ മുഴുവനും ഈശോയുടെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇനി വരാനിരിക്കുന്ന മനുഷ്യരിലും ഈശോയുടെ ആ ഷെയ്ഡ്സ് ഉണ്ട്. നമുക്കിങ്ങനെ ഓരോ വിശുദ്ധരിലും ഓരോ പ്രധാനപ്പെട്ട വ്യക്തികളും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ രണ്ടാം ക്രിസ്തു അപരിനാമത്തിൽ അറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി മാത്രമല്ല, എല്ലാ വിശുദ്ധരിലും ഈശോയുടെ ഒരു പ്രതിഫലനമുണ്ട്, ഒരു ഷെയ്ഡുണ്ട്. ആ ഈശോയുടെ പ്രതിഫലനം ഷെയ്ഡ് വീണ മനുഷ്യരായി ജീവിച്ച് ഫലം നൽകാനായിട്ട് സാധിക്കുന്നതിന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സുവിശേഷ ഭാഗം. നമ്മൾ ഓർമ്മിക്കുന്നതാണ്. നമുക്കും പഴയ നിയമ വ്യക്തികളിലൊക്കെ ഈശോയുടെ ഒരു പ്രതിഫലനം ഉള്ളതുപോലെ ഈശോയ്ക്ക് ശേഷം ജീവിക്കുന്ന മനുഷ്യരിലും ഈശോയുടെ ഒരു പ്രതിഫലനമുണ്ട്. നമ്മളിലും ആ പ്രതിഫലനം ഉണ്ടാവട്ടെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒന്നാം വായനയുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഈ ഈശോ ആഗ്രഹിക്കുന്ന ഫലം നമ്മളിൽ നിന്നും പുറത്തു വരും. പുറത്തു വരും. പിതാവായ ദൈവത്തിന്റെ കൃപകൾ സ്വീകരിച്ച് നീതിബോധത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോവുകയും പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വപ്നങ്ങൾ, വെളിപാടുകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും
എല്ലാവർക്കും വേണ്ടി ആ സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വഴി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും. ജോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. ജോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു, കൊല്ലാൻ പോയി, കൊല്ലുന്നില്ല എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മുടെ കാണുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? പിന്നെ നമ്മൾ കാണുന്നത് ജോസഫിനെ ഈ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഈജിപ്തില് ഫറവോയുടെ തടവറയിൽ പെട്ടുപോകുന്നു. അവിടെ നിന്ന് പുറത്തു വരുന്നു. മഹത്വമുള്ളൊരു ജീവിതം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം പിന്നീട് ഈ ഇസ്രായേൽ ജനതയ്ക്ക് മുഴുവൻ ഭക്ഷണം നൽകുന്ന, അവരെ രക്ഷിക്കുന്ന ഒരാളായി മാറുന്നു. ഈശോ 30 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടു. ഈശോ തടവറയിലേക്ക് പോകുന്നു, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇവിടെ ജോസഫ് മരിക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈശോ മരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു, മഹത്വമുള്ളൊരു ജീവിതം കിട്ടുന്നു, ജനതയ്ക്ക് മുഴുവനും മനുഷ്യർക്ക് മുഴുവനും രക്ഷയായി മാറുന്നു. ഇങ്ങനെ പാരലായിട്ട് വായിച്ചു വന്നു. അതിങ്ങനെ കഥ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പതിനത്ത് പറഞ്ഞ പോലെ ഈശോ മരിക്കുന്നുണ്ടെങ്കിൽ ജോസഫ് മരിക്കുന്നില്ല എന്ന് പറയുന്നൊരു കാര്യം ഒഴിച്ചു. ജോസഫ് തടവറയിലേക്ക് പോയി പിന്നെ മഹത്വമുള്ള ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നതിന് പാരലായിട്ട് ഈശോ തടവറയിൽ പോയി പീഡാസഹനങ്ങളിലൂടെ മരിച്ചു, പിന്നെ മഹത്വപൂർണ്ണമായ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്ക് വരുന്നു, രക്ഷയായി മാറുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പാരലായിട്ട് നമുക്ക് വായിച്ചു പോകാവുന്ന ഒരു പ്രതിഫലനം നമുക്ക് ജോസഫിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതും ഇതിനോടൊപ്പം നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഇങ്ങനെ പഴയ നിയമത്തിൽ ഓരോ മനുഷ്യരിലും ഈശോ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലും സുവിശേഷം വായിക്കുന്ന ഓരോ മനുഷ്യരിലും ഈശോ ഉണ്ടാവണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിലും ഈശോ ഉണ്ടാവട്ടെ.